നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാന കരാറിനുള്ള ഡിജിറ്റൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇറാനും അമേരിക്കയും. ഇറാൻ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകിയതായി G7 ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആണവായുധമുണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഹോർമുസ് തുറന്നാലും കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ ആഴ്ചകളെടുക്കുമെന്ന് റിപ്പോർട്ട്. വാണിജ്യ യാത്രാ കപ്പലുകളുടെ പൂർണ്ണ തോതിലുള്ള യാത്ര കടൽ മൈനുകൾ നീക്കം ചെയ്താൽ മാത്രം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒമാൻ. മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഉത്തരവിട്ട് ഒമാൻ ഭരണാധികാരി. ലക്ഷ്യം കുട്ടികളുടെ സുരക്ഷ. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്നവർക്കെതിരെ നിയമം ശക്തമാക്കി UAE. കുറഞ്ഞത് 6 മാസം തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും ശിക്ഷ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുന്നതും ശിക്ഷാർഹം. വിശദമായ വാർത്തകളിലേക്ക്. ഇറാൻ അമേരിക്ക സമാധാന കരാറിനായുള്ള ഡിജിറ്റൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇരു രാജ്യങ്ങളും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അതിനിടെ സമാധാന ധാരണാപത്രത്തിൽ വരും ദിവസങ്ങളിൽ ഇസ്രയേലും പങ്കാളിയാകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അതേസമയം ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാൻ ആണവായുധമുണ്ടാക്കാൻ സമ്മതിക്കില്ല എന്നും അടിയന്തര ആണവ ഭീഷണി ഇല്ലാതാക്കിയെന്നും ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഔദ്യോഗികമായി കരാറിൽ ഒപ്പുവെക്കും. അതിന് പിന്നാലെയാകും കരാർ നിലവിൽ വരിക. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന കരാർ ഒപ്പിടൽ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ടതിനു ശേഷം മാത്രമേ പൂർണ്ണരൂപം പരസ്യപ്പെടുത്തൂ. കരാർ ഒപ്പിടൽ ചടങ്ങിൽ ചിലപ്പോൾ താൻ പങ്കെടുക്കുമെന്നും ചിലപ്പോൾ ഉണ്ടായേക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ഒപ്പിടൽ ചടങ്ങിന് ശേഷം അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പ്രതികരിച്ചു. കരാർ നടപ്പിലാവുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇനിയും പൂർണ്ണമായിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം കരാറിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഭാഗികമായി തുറന്നിട്ടുണ്ടെന്നും വെള്ളിയാഴ്ചയോടെ ഇത് പൂർണ്ണ തോതിൽ സജ്ജമാകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ സമാധാന ധാരണാപത്രത്തിൽ വരും ദിവസങ്ങളിൽ ഇസ്രയേലും പങ്കാളിയാകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. CBSE ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് വാൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്ത്രപ്രധാനമായ ഈ കരാറിനോട് ഇസ്രയേൽ തിടുക്കത്തിൽ കാണിച്ച വിയോജിപ്പുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ വിയോജിപ്പുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്നും വാൻസ് പറഞ്ഞു. എന്നാൽ ഇറാൻ US കരാർ ധാരണയായി എങ്കിലും ഇസ്രയേലിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഇറാൻ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ധാരണാപത്രത്തിൽ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതായി ഫ്രാൻസിൽ നടന്ന G7 യോഗത്തിൽ ട്രംപ് അറിയിച്ചു. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഉടൻ പുറത്തിറക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് തുടർച്ചയായി ലഭിച്ച പിന്തുണയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സുഹൃത്തുക്കൾക്കും സഖ്യകക്ഷികൾക്കും പ്രസിഡന്റ് നന്ദി അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ഇറാനുമായുള്ള സമാധാന കരാറും റഷ്യ-യുക്രൈൻ യുദ്ധവും അജണ്ടയാക്കിയാണ് ഫ്രാൻസിൽ G7 ഉച്ചകോടി ആരംഭിച്ചത്. ഇന്നും നാളെയുമാണ് ഉച്ചകോടി നടക്കുന്നത്. ലോകത്തിന് സമാധാനം പകർന്ന് ഹോർമുസ് കടലിടുക്ക് തുറന്നാലും കപ്പൽ ഗതാഗതം സാധാരണ നിലയിലെത്താൻ ആഴ്ചകളെടുക്കും. ഹോർമുസിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്താലേ വാണിജ്യ യാത്രാ കപ്പലുകളുടെ പൂർണ്ണ തോതിലുള്ള നീക്കം പുനരാരംഭിക്കും. നിരക്കുകൾ കുറയാൻ 3 ആഴ്ചയെങ്കിലും എടുക്കും എന്നാണ് വിലയിരുത്തൽ. ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ ആഗോളതലത്തിൽ ചരക്ക് നീക്കം സാധാരണ നിലയിലെത്തും. വാർ റിലേറ്റഡ് റിസ്ക് സർചാർജ് എന്ന പേരിൽ ദുബായ് തുറമുഖത്തേക്കുള്ള 20 അടി കണ്ടെയ്നറിന് $2000 വരെ അധികമായി ഈടാക്കിയിരുന്നു. യുദ്ധ സാഹചര്യം ഒഴിവാകുന്നതോടെ ഈ നിരക്കുകളും താഴും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയെ തുടർന്ന് കയറ്റുമതി വ്യവസായികൾക്ക് വൻ തുകയാണ് അധിക ചെലവായി വഹിക്കേണ്ടി വരുന്നത്. വിവിധ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കണ്ടെയ്നറുകൾക്ക് മേലുള്ള ഡിറ്റൻഷൻ, ഡെമറേജ് നിരക്കുകളായി പോർട്ട് അധികൃതർ ഈടാക്കുന്ന വലിയ തുക ഒഴിവാകുമെന്നത് കയറ്റുമതി വ്യവസായികൾക്ക് സമാധാനം പകരും. വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് നിരക്കുകളും കുറയും. നിരക്കുകൾ കുറയാൻ പക്ഷേ 3 ആഴ്ചയെങ്കിലും സമയമെടുക്കും.
പശ്ചിമേഷ്യയിലേക്കും അവിടെ നിന്നുമുള്ള ആയിരക്കണക്കിന് കണ്ടെയ്നറുകളാണ് പല തുറമുഖങ്ങളിലും കെട്ടിക്കിടക്കുന്നത്. യുദ്ധം മൂലം കപ്പലുകൾ വഴിതിരിച്ചു വിട്ടതോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളായ മുംബൈ, JNPT, ഗുജറാത്തിലെ മുന്ദ്ര എന്നിവയിലുണ്ടായ ട്രാഫിക് കുരുക്കും ഇനി കുറഞ്ഞു തുടങ്ങും. ന്യൂസ് ഡെസ്ക് NTV. യുഎയിലെ ബറാക്ക് ആണവോർജ്ജ നിലയത്തിന് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രാജ്യാന്തര സഖ്യം. UAE, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ രാജ്യാന്തര സഖ്യം സംയുക്തമായാണ് പ്രസ്താവന പുറത്തിറക്കിയത്. അമേരിക്ക, UK, ഫ്രാൻസ്, സൗദി, ജപ്പാൻ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങൾ ഒപ്പുവെച്ച പ്രസ്താവനയിലാണ് ആക്രമണത്തെ കർശനമായി അപലപിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 17-ന് അബുദാബിയിലെ ബറാക്ക പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണം ഇറാഖിലെ ചില സായുധ ഗ്രൂപ്പുകളാണ് നടത്തിയതെന്നാണ് സൂചന. ആണവ നിലയത്തിന്റെ സുരക്ഷാ പരിധിക്ക് തൊട്ടുപുറത്തുള്ള വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇത് രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണെന്നും പ്രാദേശിക രാജ്യാന്തര സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ആണവ നിലയത്തിന് നേരെയുണ്ടായ ഇത്തരം നീക്കങ്ങൾ ജനങ്ങളുടെ ജീവനും ജനവാസ കേന്ദ്രങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഗുരുതരമായ റേഡിയേഷൻ പ്രത്യാഘാതങ്ങൾക്കും പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാമെന്ന് ഒപ്പുവെച്ച രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. UAEക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സഖ്യം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് NTV. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കി UAE. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 6 മാസം തടവും 20,000 മുതൽ 1 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. ചികിത്സാ വിവരങ്ങൾ, മെഡിക്കൽ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ചോർത്തുന്നവർക്കും UAEയിൽ സമാനമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. വെബ്സൈറ്റുകളോ ഇലക്ട്രോണിക് സംവിധാനങ്ങളോ ഹാക്ക് ചെയ്താൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം ദിർഹം വരെയാണ് പിഴ. ഹാക്കിങ്ങിലൂടെ ഏതെങ്കിലും സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്താൽ പിഴ 5 ലക്ഷം ദിർഹം വരെ ഉയരാം. നിയമവിരുദ്ധാവശ്യങ്ങൾക്കായി വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുത്താൽ 1 വർഷം തടവും 2 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 6 മാസം തടവും 20,000 മുതൽ 1 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമം ഘടിപ്പിക്കാൻ UAE തീരുമാനിച്ചത്. അതോടൊപ്പം സംശയകരമായ സന്ദേശങ്ങളോടും ഇമെയിലുകളോടും പ്രതികരിക്കരുത് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. OTP പോലുള്ള രഹസ്യ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറരുത്. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വിവരങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. NTV, അബുദാബി. ഒമാനിൽ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം സുരക്ഷിതമാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ അപകട വശങ്ങൾ ഉൾപ്പെടെ പഠന വിധേയമാക്കി നിയമങ്ങളും സംവിധാനങ്ങളും രൂപീകരിക്കാൻ സുൽത്താൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളിലും യുവാക്കളിലും ചെലുത്തുന്ന അപകടകരമായ സ്വാധീനത്തിൽ ലോകമെമ്പാടും ആശങ്ക ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഒമാന്റെ നടപടി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിലയിരുത്തി ആവശ്യമായ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കും. ഇതിനായി ബന്ധപ്പെട്ടവർക്ക് ചുമതലകൾ നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാൻ പിന്തുണ നൽകുക, സോഷ്യൽ മീഡിയ ഉത്തരവാദിത്വത്തോടെയും പ്രയോജനപ്രദമായും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക, അതിനായി രക്ഷിതാക്കളെ സഹായിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യങ്ങളാണ്. കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനൊപ്പം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ സന്തുലിത ചട്ടക്കൂടാണ് ഒമാൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി ലോകത്തെ മികച്ച മാതൃകകളെ പിന്തുടരാനും ഒമാൻ പദ്ധതിയിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടൻ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിരവധി രാജ്യങ്ങളും സമാന നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. NTV, മസ്കറ്റ്. ഹത്ത പർവ്വത നിരകളിൽ വഴിതെറ്റി കുടുങ്ങിപ്പോയ അറബ് സ്വദേശിയെ രക്ഷപ്പെടുത്തി ദുബായ് പോലീസ്. പ്രത്യേക രക്ഷാപ്രവർത്തന സംഘവും എമർജൻസി റെസ്ക്യൂ ടീമും നടത്തിയ വിപുലമായ തെരച്ചിലിനൊടുവിൽ എയർലിഫ്റ്റ് ചെയ്താണ് ഇയാളെ രക്ഷിച്ചത്. 2 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ആളെ കണ്ടെത്താനായത്. ഹത്ത പർവ്വത നിരകളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായും സഹായം വേണമെന്നുമുള്ള റിപ്പോർട്ട് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പറേഷൻസിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന് ലഭിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച. റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ നിരീക്ഷണ രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ബ്രേവ് ടീമിനെ രക്ഷാദൌത്യം ഏൽപ്പിച്ചു. റിപ്പോർട്ടിൽ നൽകിയ ലൊക്കേഷൻ കൃത്യമല്ലായിരുന്നു. ദുർഘടമായ ഭൂപ്രകൃതിയും
കുത്തനെയുള്ള മലനിരകളും ആളെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് മുമ്പിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു. പ്രതിസന്ധികളെ അനുഭവസമ്പത്തും വൈദഗ്ധ്യവും ഉപയോഗിച്ച് മറികടന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് 2 ദിവസത്തിനു ശേഷം ഇയാളെ കണ്ടെത്തിയത്. അവശനായിരുന്നയാൾക്ക് ആദ്യം വൈദ്യസഹായം നൽകിയാണ് പിന്നീട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. മലനിരകളും അരുവികളും അണക്കെട്ടുകളും കാണാൻ ഹത്തയിലേക്ക് വൻതോതിൽ സന്ദർശകരും വിനോദസഞ്ചാരികളും എത്തുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ ഹത്ത പോലീസ് എപ്പോഴും സജ്ജമാണെന്ന് ബ്രിഗേഡിയർ അൽഖദ്ബി ഉറപ്പു നൽകി. ദുർഘട പ്രദേശത്തിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പെട്രോളിംഗ് വാഹനങ്ങളാണ് ഹത്ത പോലീസ് ഉപയോഗിക്കുന്നത്. പ്രത്യേക ടയറുകൾ, നൂതന സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിനുള്ള സമ്പൂർണ്ണ ഉപകരണങ്ങൾ എന്നിവ വാഹനങ്ങളുടെ സവിശേഷതകളാണ്. NTV ദുബായ്. ബഹ്റൈനെതിരെ നടന്ന ഭീകരാക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത 12 പേർക്ക് ഉന്നത ക്രിമിനൽ കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഭീകരവാദ വിരുദ്ധ പ്രോസിക്യൂഷൻ വിഭാഗം മേധാവിയാണ് ഇക്കാര്യം അറിയിച്ചത്. 11 വ്യത്യസ്ത കേസുകളിലായിട്ടാണ് ഇവർക്ക് ശിക്ഷ ലഭിച്ചത്. ഇറാൻ ബഹ്റൈനെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ കാലയളവിൽ സോഷ്യൽ മീഡിയ വഴി പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ് പിടിയിലായവർക്കെതിരെയുള്ള പ്രധാന കുറ്റം. ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക, നിരോധിത പ്രദേശങ്ങൾ ചിത്രീകരിക്കുക, സുരക്ഷാ വിവരങ്ങൾ ചോർത്തുക, തെറ്റായ വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. തടവ് ശിക്ഷയ്ക്ക് പുറമെ കുറ്റക്കാരായ ചിലർക്ക് 2000 ദിനാർ വീതം പിഴയും കോടതി വിധിച്ചു. പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടു. സൈബർ ക്രൈം വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന് പിന്നാലെയാണ് അന്വേഷണം ആരംഭിച്ചത്. പൊതുജനങ്ങളുടെ മനോവീര്യം തകർക്കാനും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഇവർ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും ഇവർ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സാങ്കേതിക തെളിവുകൾ സഹിതം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തെളിവുകളും പ്രതിഭാഗത്തിന്റെ വാദങ്ങളും പരിശോധിച്ച ശേഷമാണ് ഹൈ ക്രിമിനൽ കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചത്. NTV മനാമ. ബഹ്റൈനിലെ നിക്ഷേപ മേഖലയ്ക്ക് സുരക്ഷയേകാനും ഉപഭോക്തൃ സംരക്ഷണം ശക്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമങ്ങൾക്കും നിയമ ഭേദഗതികൾക്കും രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ അംഗീകാരം നൽകി. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് അഭിഭാഷകർക്കും നിയമ സ്ഥാപനങ്ങൾക്കും പ്രത്യേക സാവകാശം നൽകും എന്ന് അധികൃതർ അറിയിച്ചു. പാർലമെന്റും ഷൂറ കൌൺസിലും പാസാക്കിയ നിയമങ്ങൾ നീതിന്യായം, വ്യവസായം, ആരോഗ്യം, സർക്കാർ ടെൻഡറുകൾ തുടങ്ങി വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്നതാണ്. കൂടാതെ നിരവധി പ്രാദേശിക അന്തർദേശീയ കരാറുകൾക്കും രാജ്യം അംഗീകാരം നൽകി. ഈ നിയമ പാക്കേജിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ ലീഗൽ പ്രൊഫഷണൽ ലോ. 1980 നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമം നിയമന്യായാധിപ രംഗത്തെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും അഭിഭാഷകരുടെയും നിയമസ്ഥാപനങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണിത്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന് അഭിഭാഷകർക്കും നിയമസ്ഥാപനങ്ങൾക്കും പ്രത്യേക സാവകാശം നൽകും. വ്യവസായ മേഖലയിലെ നിക്ഷേപാന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ലോയിൽ നിർണായകമായ ഭേദഗതികൾ വരുത്തി. ആരോഗ്യരംഗത്ത് ചികിത്സാ സേവനങ്ങളുടെ ഗുണനിലവാരം സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി മെഡിക്കൽ, ഡെന്റൽ പ്രാക്ടീസ് നിയമങ്ങളിലും ഭേദഗതികൾ കൊണ്ടുവന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികൾ പ്രകാരം അധികൃതർക്ക് നിയമലംഘകർക്കെതിരെ ഭരണപരമായ പിഴകളും നടപടികളും സ്വീകരിക്കാൻ കൂടുതൽ അധികാരം ലഭിക്കും. വാണിജ്യ ഡിസ്കൌണ്ട് ഓഫറുകളും പ്രൊമോഷണൽ ക്യാമ്പയിനുകളും നിയന്ത്രിക്കുന്നതിലൂടെ ഉപഭോക്താക്കളെ കൂടുതൽ മികച്ച രീതിയിൽ സംരക്ഷിക്കാനും സാധിക്കും. സർക്കാർ ടെൻഡർ നിയമം, സിവിൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രൊസീജിയർ ആക്ട് എന്നിവയിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനായി സൗദി അറേബ്യയുമായി ധാരണയിലെത്തുകയും സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, സാമ്പത്തിക വിവര കൈമാറ്റം, ശിക്ഷിക്കപ്പെട്ടവരുടെ കൈമാറ്റം തുടങ്ങിയ അന്തർദേശീയ കൺവെൻഷനുകളിൽ ബഹ്റൈൻ ഭാഗമാവുകയും ചെയ്തു. NTV മനാമ. പൊതുസ്ഥലത്ത് സംഘർഷത്തിൽ ഏർപ്പെടുകയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ സൗദിയിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ അറസ്റ്റിലായി. തബൂക്ക് പോലീസാണ് ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 3 ഏഷ്യക്കാരെ അറസ്റ്റ് ചെയ്തത്. പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി തല്ലുണ്ടാക്കിയ ഇന്ത്യൻ ബംഗ്ലാദേശ് സ്വദേശികളാണ് പിടിയിലായത്. തെരുവിലെ ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച പാകിസ്ഥാൻ സ്വദേശിയാണ് അറസ്റ്റിലായ 3-ാമൻ. അടിപിടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് സുരക്ഷാ വിഭാഗം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്.
പൊതുസ്ഥലത്തെ ക്രമസമാധാന ലംഘനത്തിന് പുറമെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിലൂടെ സൗദി അറേബ്യയിലെ കർശനമായ സൈബർ കുറ്റകൃത്യ വിരുദ്ധ നിയമത്തിന്റെ ലംഘനവും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രവാസികൾക്കെതിരെയുള്ള പ്രാഥമിക നിയമ നടപടികൾ പൂർത്തിയാക്കി തുടർ നടപടികൾക്കായി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയെന്ന് സൗദി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു. NTV റിയാദ്. കാലാവസ്ഥ ഗോൾഡ് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് പ്രധാന വാർത്തകൾ വീണ്ടും. സമാധാന കരാറിനുള്ള ഡിജിറ്റൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇറാനും അമേരിക്കയും. ഇറാൻ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതായി G7 ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആണവായുധമുണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഹോർമുസ് തുറന്നാലും കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ ആഴ്ചകളെടുക്കുമെന്ന് റിപ്പോർട്ട്. വാണിജ്യ യാത്രാ കപ്പലുകളുടെ പൂർണ്ണ തോതിലുള്ള യാത്ര കടൽ മൈനുകൾ നീക്കം ചെയ്താൽ മാത്രം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒമാൻ. മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഉത്തരവിട്ട് ഒമാൻ ഭരണാധികാരി. ലക്ഷ്യം കുട്ടികളുടെ സുരക്ഷ. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്നവർക്കെതിരെ നിയമം ശക്തമാക്കി UAE. കുറഞ്ഞത് 6 മാസം തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും ശിക്ഷ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുന്നതും ശിക്ഷാർഹം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.